പുതിയ കാഴ്ചകളിലേക്കും പുതിയ അറിവുകളിലേക്കുമായി സുഹൃത്ത് ഹാഷിം സിദ്ദീഖിയെയും കൂട്ടി ഒരു ഹത്ത യാത്ര, അതും 160cc യൂണിക്കോൺ ബൈക്കിൽ. ഹജർ മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഹത്ത എന്ന സുൽത്താനേറ്റ് ഓഫ് ഒമാനോട് ചേർന്ന് കിടക്കുന്ന പ്രകൃതി രമണീയമായ സ്ഥലം ഒന്ന് സന്ദർശിക്കണമെന്ന സുഹൃത്ത് ഹാഷിം സിദ്ദീഖിയുടെ വളരെ നാളത്തെ ആഗ്രഹ സഫലീകരണത്തിനായി ഞാനും ഹാഷിം സിദ്ദീഖിയും ഹത്ത ലക്ഷ്യമാക്കി നീങ്ങി. നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ സഫലീകരിക്കുമ്പോഴല്ലേ നമ്മൾ ജീവിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാകുന്നത്. ഹത്ത ഒമാൻ റോഡ് വഴിയാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്, അതും മോട്ടോർ ബൈക്കിൽ. വ്യത്യസ്ത അനുഭവമായിരുന്നു ഈ ഒരു മോട്ടോർ ബൈക്കിലുള്ള യാത്ര. രാവിലെ 9 മണിക്ക് ഷാർജ മജാസിൽ നിന്നും യാത്ര തിരിച്ച് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ നിന്നും ഹത്ത ഒമാൻ റോഡിലേക്ക് പ്രവേശിച്ചത് മുതൽ അധികം വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഒഴിഞ്ഞ പ്രദേശത്തു കൂടിയുള്ള ഇത്തരം ബൈക്ക് യാത്ര ഒരല്പം അപകടം പിടിച്ചതാണെന്ന് പറയേണ്ടതില്ലല്ലോ. ശക്തമായ കാറ്റും അസഹനീയമായ ചൂടും വണ്ടികളുടെ അതിവേഗ പാച്ചിലുമെല്ലാം അപകടം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. എന്നാൽ തണുപ്പുള്ള ഇളം വെയിലും ഹത്ത ഒമാൻ റോഡിലെ തിരക്കില്ലായ്മയും പൊടിമൺ പറത്തുന്ന കാറ്റടിക്കാത്തതും കാരണം പൊതുവെ ഈ ഒരു ബൈക്ക് യാത്ര സുഖകരവും ആസ്വാദ്യകരവുമായിരുന്നു. UAE അഥവാ ഐക്യ അറബ് നാടിലെ ദുബൈ എന്ന എമിറേറ്റ്സിന്റെ ഭാഗമാണ് ഹത്ത എന്ന ഈ ഒരു പ്രദേശം. ദുബൈ നഗരത്തിൽ നിന്നും ഏകദേശം 130 കിലോമീറ്ററോളം ദൂരത്താണ് ഹത്ത എന്ന ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഒമാനിന്റെയും UAEയുടെയും അതിർത്തി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഹജർ മലനിരകളിലാണ് ഹത്ത എന്ന പ്രദേശം. പ്രകൃതി ഭംഗി കൊണ്ടും UAEയിലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വിഭിന്നമായി സുഖകരമായ കാലാവസ്ഥ കൊണ്ടും പ്രകൃതിയിൽ നിന്ന് തന്നെയുള്ള കുടിവെള്ള സ്രോതസ്സും 18ാം നൂറ്റാണ്ടിലെ 2 പ്രമുഖ സൈനിക ഗോപുരങ്ങളും 1780 നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്ന ഹത്തയിലെ ഏറ്റവും പഴക്കം ചെന്ന കെട്ടിടമായ ജുമാ മസ്ജിദും 30ഓളം കളിമൺ വീടുകളും ഹത്തയിലെ പുരാതന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. മനോഹരമായ പ്രകൃതി ഭംഗി സമ്മാനിക്കുന്ന മലനിരകളും മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ തടാകങ്ങളും ദൈവത്തിന്റെ സ്വന്തം നാടെന്ന നമ്മുടെ കൊച്ചു കേരളത്തിന്റെ പച്ചപ്പുമൊക്കെ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരെയും അവധിക്കാലം ആഘോഷിക്കുന്നവരെയും ഹത്തയിലേക്ക് ആകർഷിക്കും. ഹത്ത എന്ന ഈ പുരാതന ഗ്രാമത്തിന്റെ പ്രത്യേകതകൾ വിവരിച്ചു തരുന്നതിൽ ഹാഷിമിന്റെ സുഹൃത്തും ഹത്ത അഡ്വന്റേജ് കമ്പനിയുടെ ടൂറിസ്റ്റ് ഗൈഡ് സൂപ്പർവൈസറുമായ ഉനൈസിന്റെ സഹായവും ഞങ്ങൾക്ക് ലഭിച്ചു. 2000 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ടെന്ന് കരുതുന്ന ഫലജ് എന്ന് വിളിക്കുന്ന ഉറവകളെക്കുറിച്ചും ഹെറിറ്റേജ് വില്ലേജിനെ കുറിച്ചും ഹത്തയിലെ കൃഷിയിടങ്ങളെക്കുറിച്ചുമൊക്കെ വിവരിച്ചു തന്നു ഈ ഒരു സുഹൃത്ത്. പണി നടക്കുന്നതിനാൽ പഴക്കം ചെന്ന മസ്ജിദിന്റെ അകംവശം കാണാൻ കഴിഞ്ഞില്ല എന്നതൊഴിച്ചാൽ ഹത്തയുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെയും കാണാനും ആസ്വദിക്കാനും സാധിച്ചു എന്നത് സന്തോഷം തരുന്ന ഒരനുഭവം തന്നെയായിരുന്നു. ഐക്യ അറബ് നാടുകൾക്ക് കാവലായി തലയുയർത്തി നിൽക്കുന്ന ഹജർ മലനിരകളും അതിൻ്റെ മടിത്തട്ടിൽ അണക്കെട്ടും നീല ജലാശയവും പൈതൃക ഗ്രാമവും നിരീക്ഷണക്കോട്ടയുമെല്ലാം കാഴ്ചകളുടെ കലവറയാണ്. വിസ്മയങ്ങളുടെ ഭൂതകാലവും നല്ല ഭംഗിയുള്ള കാഴ്ചകളുടെ വർത്തമാനവും ഹത്ത എന്ന ഈ പൈതൃക പ്രദേശം സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നു. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് നടന്നു മല കയറാനും ബൈക്കുകളിൽ പോകാനും അധികൃതർ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. നീല ജലാശയത്തിൻ്റെ തെളിമയും കുളിർമയും മനസ്സിലും ശരീരത്തിലും നിറക്കാൻ പെഡല് ബോട്ട് ചവിട്ടി കൈക്കുമ്പിടിൽ തണുത്ത നീല ജലാശയത്തിലെ വെള്ളം കോരിയെടുത്ത് നിങ്ങൾക്ക് മുഖം തുടക്കാം. നിങ്ങളൊരു ചരിത്രാന്വേഷിയാണെങ്കിൽ 3000 വർഷത്തെ പഴമയുടെ ചരിത്രം സൂക്ഷിച്ച മ്യൂസിയവും പരമ്പരാഗത ഗ്രാമവും പഴക്കം ചെന്ന മസ്ജിദും മൺകുടിലുകളും പരമ്പരാഗത കുടിവെള്ള സംവിധാനമായ ഫലജ് എന്നറിയപ്പെടുന്ന നീരുറവിയും നിങ്ങളോട് ചരിത്രം പറയും. മലനിരകളുടെ സൗന്ദര്യവും കണ്ണിനെ കുളിർപ്പിക്കുന്ന പച്ചപ്പുമാണ് ഹത്തയുടെ പ്രത്യേകത. മരങ്ങളുടെ ചില്ലകളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ പലതരത്തിലുള്ള പക്ഷികളുടെ കൂട് കാണാം. പക്ഷിജാലങ്ങളുടെയും ജന്തുജാലങ്ങളുടെയും വൈവിധ്യവും ഹത്തയുടെ മറ്റൊരു പ്രത്യേകതയാണ്. 140 ചതുരശ്ര കിലോമീറ്ററാണ് ഹത്ത എന്ന പ്രദേശത്തിൻ്റെ ആകെ വിസ്തീർണം. 15,000-ൽ താഴെ മാത്രം ജനസംഖ്യയുള്ള പ്രദേശം കൂടിയാണ് ഹത്ത. സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള നാഗരികത നിലനിന്നിരുന്ന ഹത്ത എന്ന പ്രദേശത്തിൻ്റെ പഴമയുടെ പ്രൗഢിയും പുതുമയുടെ സൗന്ദര്യവും ഹജർ മലനിരകളെ പോലെ തന്നെ തലയുയർത്തി നിൽക്കുന്ന ഹത്തയിൽ നിന്നും ഏകദേശം സൂര്യാസ്തമയ സമയമായപ്പോൾ ഞങ്ങൾ തിരിച്ച് യാത്രക്കൊരുങ്ങി. ഈ സൗകര്യവും സൗന്ദര്യവും ആസ്വദിക്കാനും അനുഭവിക്കാനും ഇനിയും വരണമെന്ന് ഹജർ മലനിരകൾ ഞങ്ങളോട് പറയുന്നത് പോലൊരു തോന്നൽ. കണ്ടാലും കണ്ടാലും കൊതിതീരാത്ത കാഴ്ചകളിലേക്കും നേരനുഭവങ്ങളിലേക്കും ഇനിയും ഞങ്ങൾ വരുമെന്ന മൗനത്തിൽ ചാലിച്ച വാക്കുകളാൽ
കരിമ്പാറക്കൂട്ടത്തിനും മനം മയക്കുന്ന അറേബ്യയുടെ പച്ചപ്പായ ഈയൊരു പ്രദേശത്തിലേക്ക് വരുമെന്ന് ചെഞ്ചായമണിഞ്ഞ് അസ്തമയത്തിനൊരുങ്ങുന്ന സൂര്യനെയും അത് തീർത്ത വർണ്ണരാജി വിരിച്ച് തെളിഞ്ഞ ആകാശത്തിനെയും സാക്ഷി നിർത്തി ഞങ്ങൾ വാക്ക് നൽകി. അസ്തമയ സൂര്യൻ്റെ വർണ്ണരാജി വിരിച്ച മാനത്തിൻ്റെ സൗന്ദര്യവും കുളിരുന്ന ഇളങ്കാറ്റിൻ്റെ സുഖിപ്പിക്കുന്ന തലോടലിലും ഞങ്ങൾ യാത്ര തുടങ്ങിയ ഷാർജ മജാസ് ലക്ഷ്യമാക്കി നീങ്ങി.